ആ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അല്ലേ? ഓണം മാത്രമല്ല, അധ്യാപക ദിനവും ബലിപ്പെരുന്നാളും എല്ലാവർക്കും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനും ആഘോഷിക്കാനും പറ്റിയ ഒരു ദിവസമല്ലേ ഇന്ന്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഓണം ആഘോഷിച്ചതെന്നും അതൊക്കെ കേൾക്കണ്ടേ? നമ്മൾ ഇന്ന് എന്താ ചെയ്യണേ? ഓണത്തിന് എല്ലാവരും ഓർഡർ ചെയ്ത് കിലോ കണക്കിന് പായസം, കിലോ കണക്കിന് സാമ്പാർ, കിലോ കണക്കിന് ഓരോ വിഭവങ്ങൾ വാങ്ങി വെക്കുമ്പോൾ പണ്ട് അങ്ങനെയല്ല. എല്ലാ കറികളും നമ്മൾ തന്നെ ആദ്യകാലങ്ങളിലൊക്കെ മുളക് കുത്തി ചതച്ചരച്ച് ഉണ്ടാക്കിയ കറികൾ വിഭവങ്ങളായിരുന്നു. പിന്നെ മിക്സിയൊക്കെ വന്നതിന് ശേഷമാണ് പൊടി മേടിച്ചിട്ട് വെക്കാൻ തുടങ്ങിയത്. അപ്പം അന്നൊക്കെ ഓണത്തിന് മാത്രമാണ് ഒരു സാമ്പാർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറി നെല്ലിശ്ശേരി, മത്തങ്ങെലിശ്ശേരി, അതൊക്കെ കഴിക്കുക ഈ ഓണത്തിനായിരുന്നു. അപ്പം ഓണം വരാനായിട്ട് കാത്തിരിക്കും. കായപ്പേരിയും അതുപോലെ തന്നെ ശർക്കര വരട്ടിയും ഇതൊക്കെ ഉണ്ടാക്കാനും പുളിയിഞ്ചി ഇതെല്ലാം അന്നാണ്. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ 2 ദിവസമാണ്. ഇതൊക്കെ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ഓണത്തിനും വിഷുവിനും അത്രയധികം പ്രാധാന്യമില്ല, എന്നാലും ഉണ്ടാക്കും. ഈ ഓണത്തിൻ്റെ അത്ര അങ്ങനെ പ്രാധാന്യമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എൻ്റെ ഓണാഘോഷങ്ങൾ എങ്ങനെയായിരുന്നെന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ ഇന്നത്തെ ഓണം ഞാൻ എങ്ങനെ ആഘോഷിച്ചു എന്നുള്ളത് പങ്കിടുകയാണ്. കാരണം ഇതൊക്കെ നമുക്കൊരു മാതൃകയാവേണ്ടതല്ലേ, അതിൻ്റെ പേരിലാണ്. ഇന്നത്തെ എല്ലാവരും നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ കൈകൊണ്ട് നമ്മുടെ ഇഷ്ടത്തോടെ നമ്മൾ വയ്ക്കുന്ന ഭക്ഷണവും ഹോട്ടലുകാർ അവർക്ക് ലാഭം ഉണ്ടാക്കണം ആ ചിന്തയോടെ ഉണ്ടാക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഒരു സാറ് പറയണ്ടായി, ഹോട്ടലിൽ ജയിലിൽ നിന്ന് പായസം മേടിച്ചിട്ട് കഴിക്കണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കഴിച്ച് ജയിലുകാരുടെ മൈൻഡായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവാമെന്ന്. അപ്പോൾ ആ ഒരു മൈൻഡിൽ നിന്ന് ഓണത്തിൻ്റെ ദിവസമെങ്കിലും വിശേഷ ദിവസങ്ങളിലാണ് നമ്മൾ കൂടുതലും മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് നമ്മുടെ വീട്ടിലെല്ലാവരും കൂടി കുത്തിയിരുന്ന് ആ ഉള്ളി നന്നാക്കിയും ആ ചിഞ്ചി എരിഞ്ഞും ഉള്ളി എരിഞ്ഞും എല്ലാം ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ ചെയ്യുമ്പോൾ അതിനുണ്ടാക്കുന്നൊരു സ്വാദ് വേറെ. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഞാൻ ഇന്ന് കഴിച്ചത് സംതൃപ്തിയോടെ. ഓണം സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ആഘോഷമാകുമ്പോൾ അറിവിൻ്റെ വെളിച്ചം പകർന്ന് അനേകം മക്കളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാനായിട്ട് സഹായിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തിലും അതുപോലെ തന്നെ ഒത്തിരിയേറെ മുസ്ലിം സഹോദരങ്ങൾ, എൻ്റെ നൈബർ ഒരു മുസ്ലിം സഹോദരനായിരുന്നു. അവരുടെ സ്നേഹവും പരിഗണനയും അവരുടെ ആദരവൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ ഈ തരുണത്തിൽ അവരെയും നന്ദിയോടെ ഓർക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കണം. കാരുണ്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പര്യായമായിരുന്ന പ്രവാചകനെ ഈ നിമിഷം നമുക്ക് ഓർക്കാനും അദ്ദേഹത്തിൻ്റെ ആ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക് ഉപകരിക്കാനായിട്ട് അത് പ്രാവർത്തികമാക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാവട്ടെ ഇന്ന് ഞാൻ അടിച്ചു പൊളിച്ചൊരു ഓണമുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പന് ഭയങ്കര നിർബന്ധമാണ്. ഓണം, വിഷു, അതുപോലെ ദുഃഖവെള്ളി പച്ചക്കറികൾ വെച്ച് എല്ലാത്തരം വിഭവങ്ങളും വെച്ചിട്ട് കറി ചോറുണ്ണണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു ശീലമാണ് എനിക്കുള്ളത്. ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹിന്ദു ആയിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ജോലിയൊക്കെ ഉണ്ട്, സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പോൾ അവർക്കും കൂടിയുള്ള ഓണസദ്യ ഞാൻ വെക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ എല്ലാവരോടും പറയും, ഇവൾ ഓണത്തിന് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നു എന്ന് എല്ലാവരോടും പറയുന്നൊരു സംഭവമാണത്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓണാഘോഷിച്ചിരുന്നു. പിന്നെ എല്ലാ വർഷവും ഓണത്തിന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്കും പോകും. അവിടെ ചെന്നാൽ ഞാൻ തന്നെയാണ് എല്ലാ വിഭവങ്ങളും വയ്ക്കുക. പിന്നെ അവർക്കൊന്നും പച്ചക്കറി വയ്ക്കാനൊന്നും അങ്ങനെ അറിയില്ല. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും വയസ്സായി. അപ്പോൾ ഞങ്ങൾ കാറ് മേടിച്ചതിന് ശേഷം അവിടെ ചെന്ന് വെക്കാനെന്ന് പറയുന്ന അവരുടെ വീട്ടിലാകുമ്പോൾ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കാറ് മേടിച്ചതിന് ശേഷം എല്ലാ ഭക്ഷണങ്ങളും വെച്ച് പാത്രത്തിലാക്കി ചേട്ടൻ്റെ വീട്ടിലേക്കും കൊണ്ടുപോകും. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ എൻ്റെ വീട്ടിലും വെച്ച് എൻ്റെ മാതാപിതാക്കളുടെ ഒപ്പമാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവർ വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ കിടന്നിട്ടാണ് അവർ മരിച്ചത്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഓണം ഉണ്ണുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. 36 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. ഒരു ദിവസം പോലും ഞങ്ങൾ ഓണം ഒരുമിച്ച് ഉണ്ണാണ്ടിരുന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ 7 വർഷമായിട്ടും 7 വീട്ടിലായിരിക്കും ഞാൻ ഓണം ഉണ്ടായിട്ടുണ്ടാവുക. ഇന്നലെ ഒത്തിരി വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഓണത്തിന് നാളേക്ക് ആളൂർക്ക് ചെല്ലാൻ പറഞ്ഞു. പക്ഷേ ഈ മഴയൊക്കെ അല്ലേ, പിന്നെ അടുത്ത ആഴ്ച ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ പോകണമെന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ അവൾ പറഞ്ഞു, ടീച്ചറെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ മരിച്ചു പോയി, ടീച്ചറെ ഞങ്ങളുടെ അമ്മയ്ക്ക് പകരമായിട്ട് വരണം, നമുക്ക് ഇവിടെ ഒരുമിച്ച് ഓണമെന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ശരിയാ, ഒറ്റയ്ക്ക് ഉണ്ണാന്ന് പറഞ്ഞാലും ഇന്നും എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. മിക്കവാറും ഞാൻ ഭക്ഷണം കുറേ വെക്കാറുള്ളൂ, എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അവസാനിപ്പിക്കുക, അങ്ങനെ ചെയ്യാറ്. അപ്പം അതുകൊണ്ട് അടിപൊളി ഒരു ഭക്ഷണം ഇന്ന് കഴിച്ചു. അവളുടെ ഫാമിലി ഇവിടെ പള്ളിയിലാണെങ്കിൽ കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പൂക്കള മത്സരം, പിന്നെ വടംവലി, ഇതിലൊക്കെ പങ്കെടുത്തു, പൂവിടാനൊക്കെ സഹായിച്ചു. അതിനുശേഷം പള്ളിയിൽ വടംവലി മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവളുടെ വീട്ടിൽ ചെന്നത്. വളരെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മാതിരി അത്രയധികം വിഭവങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരും പ്രകൃതി ചികിത്സകരായതുകൊണ്ട് അവർ രുചിക്കൂട്ടുകൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇതനുസരിച്ച് പ്രകൃതി ഇതനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് അവർ വെച്ചിരുന്നത്. ആ സദ്യയൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എത്ര രുചികരമായിട്ടാണ് അവർ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ എൻ്റെ ഒരു ഫ്രണ്ടും, ഷീല എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടും, ബെഞ്ചമിൻ, പിന്നെ വേറൊരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ കുത്തിരുന്ന് ഭക്ഷണം കഴിച്ചു. അവർ കുറേ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കിട്ടു. ഒരു ഒറ്റപ്പെടുന്നൊരു തോന്നലില്ലാണ്ട് ഒരോണം ആഘോഷിക്കാനായിട്ട് പറ്റി. പിന്നെ ഷീല നല്ല ഡാൻസുകാരിയായിരുന്നു. ഷീലയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഓണം ഇന്ന് ഉണ്ണാനായിട്ട് പറ്റി. അതും ദൈവാനുഗ്രഹമാണ്. എൻ്റെ ഫ്രണ്ടൊക്കെ വിളിച്ചു, ഭക്ഷണം കഴിക്കാൻ വായു ടീച്ചറെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ അവരങ്ങനെ പറഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓണം കൂടി ഉണ്ണാനായിട്ട് പറ്റി. ഇനി എത്ര ഓണം ഉണ്ണാമെന്നറിയില്ലല്ലോ. ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം പങ്കിടലും സന്തോഷം പങ്കിടലും ഒക്കെ അല്ലേ. അപ്പം അതിന് ഒരിക്കലും ഒറ്റയ്ക്ക് ഓണം ഉണ്ണേണ്ടി വന്നിട്ടില്ല. ആരെങ്കിലുമൊക്കെ വിളിക്കും, ആര് വിളിച്ചാലും ഞാൻ പോകും. കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു ഓണം ഉണ്ണാന്ന് പറഞ്ഞാലൊന്നും. തിരിച്ചു വന്നപ്പോൾ ഷിജി എൻ്റെ കയ്യിലൊരു സമ്മാനപ്പൊതി കൂടി തന്നു. നല്ല നേന്ത്രപ്പഴം, അധികം പഴുത്തിട്ടില്ല. ടീച്ചർക്ക് അവിടെ കൊണ്ടുപോയിട്ട്, എനിക്കിഷ്ടമാണ് ഈ ഇങ്ങനെ പഴം പുഴുങ്ങി തിന്നുന്നത്, എനിക്കിഷ്ടമാണെന്ന് ആൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നല്ല അധികം പഴുക്കാത്ത പഴവും പച്ചപ്പഴവും സാധാരണ പഴുത്തിട്ട് തിന്നാനായിട്ട് പായസവും അതുപോലെ തന്നെ കറികളും എല്ലാം എനിക്ക് തന്നയച്ചു. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഓണം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിട്ട് മാറി. അതൊരുക്കി തന്ന ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി. ഒത്തിരി നാട്ടറിവുകളും അനുഭവങ്ങളും എൻ്റെ ചികിത്സാവിധികളെക്കുറിച്ചിട്ടും ഞാൻ പങ്കുവയ്ക്കുന്ന ഈ വീഡിയോ, ഈ നവതാര ഹീലിംഗ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ കിട്ടാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട്
ഒരു സന്തോഷപ്രദവും ആരോഗ്യപരവുമായൊരു ജീവിതം നയിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും.